വലിയ തോതിൽ വർഗീയ വിഭജനം. ലക്ഷ്യം വളരെ ക്ലിയറാണ്. ഹിന്ദു ക്ഷേത്രം മുസ്ലിങ്ങൾ ആക്രമിച്ച് കീഴടക്കിയിരിക്കുന്നു. അത് തിരിച്ചു പിടിക്കുക. അത് രാജ്യത്തിൻ്റെ അഭിമാനം. കുട്ടികളെ രാമന് ജയമെന്ന് പാട്ടുപാടിച്ചു, ഉന്മാദ വിദ്യയിൽ ബിരുദം കൊടുത്തു, ഭ്രാന്തന്മാരാക്കി. നായ്ക്കുരണ നാവിൽ പുരട്ടിക്കൊടുത്തു, നാൽക്കവല വാഴാൻ ഒരുക്കി കൊടുത്തു എന്ന് പറഞ്ഞ രാജ്യത്ത് മുഴുവൻ പോയിട്ട് നായ്ക്കുരണ നാവിൽ പുരട്ടിക്കൊടുത്ത് രാജ്യത്ത് മുഴുവൻ വിഷച്ചൂര് തേച്ച് അവരുടെ ജീവിതം കരള് കവർന്നെടുത്തല്ലേ നീ പുതിയ ജീവിത രസായനം തീർത്തു എന്ന് കൃത്യമായി പറയുന്ന ഒരു സാധനമാണ്. അതാണ് അവർ ചെയ്തത്. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് കല്ലിടുക, പൂജ നടത്തുക, യജമാനനാവുക. യാഗയജമാനൻ എന്ന് പറഞ്ഞ രാജാവാണ് വേണ്ട, യജമാനാവുക. അല്ലെങ്കിൽ ഇവിടെ ഈ RSSകാരെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള റെസിസ്റ്റൻസ്, ഇതിനുവേണ്ടി ജീവൻ കളഞ്ഞവരും ആളുകളെ കൊന്നവരും കൊല്ലിച്ചവരും ഒക്കെ ഉണ്ട്. അവർക്കൊന്നും ഒരു റോളില്ല. യോഗി ആദിത്യനാഥാണല്ലോ മുഖ്യമന്ത്രി അവിടെ. അപ്പോൾ പിന്നെ വേറെ ആർക്കും അവിടെ കടന്നു ചെല്ലാൻ പോലും പറ്റില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് കൊള്ളാന്നൊക്കെ പറഞ്ഞാൽ കോടാനുകോടിയുടെ കൊള്ളയാണ്. ശബരിമലയൊക്കെ പിന്നിൽ കൂടുതലല്ല. ശബരിമല ഒന്നുമല്ലാത്ത രൂപത്തിൽ. ഒന്നുകിൽ സംഘപരിവാർ മോഡിയെ മാറ്റും, അയാൾ പണി കൊടുത്തു എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ട് മോഡിയെ മാറ്റും, അല്ലെങ്കിൽ സംഘപരിവാറിനെ മോഡി അടിച്ചമർത്തും. കാരണം അധികാരം ഉപയോഗിച്ചു. അയോധ്യ രാമക്ഷേത്രത്തിൽ കാണിക്കപ്പണം, പിന്നെ അതുകൂടാതെ സംഭാവനയിൽ ലഭിച്ച അമൂല്യ വസ്തുക്കൾ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തു. UP മുഖ്യമന്ത്രിയുടെ നിയോഗിച്ച SITയുടെ അന്വേഷണം നടക്കുന്നു. ഇതിന്റെ കൂടാതെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇതിലൊക്കെ പിന്നിൽ ആരാണെന്നുള്ളത് ഏകദേശം ഒരു ഊഹം പോലെ ഇങ്ങനെ പലരും പറയുന്നുണ്ട്. എന്താവും ഇതിന്റെ ഒരു അവസ്ഥ? ഇത് തെളിയിക്കപ്പെടാൻ വല്ല സാധ്യതയുണ്ടോ? തെളിയിക്കപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം സംഘപരിവാറിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണല്ലോ ഇതുള്ളത്. നമുക്കതിന്റെ ചരിത്രം വളരെ കൃത്യമായിട്ട് അറിയാം. 36 രാമക്ഷേത്രം അയോധ്യയിലുണ്ടായിരുന്നു. ഞാൻ 1980കളിൽ അവിടെ പോയിട്ടുണ്ട്. എല്ലാ രാമക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും നമ്മളോട് പറയും, ഇത് ഇവിടെയാണ് രാമൻ ജനിച്ചത്, ഇവിടെയാണ് കൈകേയി ഇരുന്നത്, ഇവിടെയാണ് ദശരഥൻ നിന്നത് എന്നൊക്കെ. ഇങ്ങനെ ഇതാണ് പല ഏരിയകൾ. അപ്പോൾ നമ്മൾ പഴനിയിലോ തിരുപ്പതിയൊക്കെ പോയാൽ സുബ്രഹ്മണ്യം തലയ്ക്ക് വെച്ച തലേണ തൊടിയിക്കാൻ നമുക്ക്, അല്ലെങ്കിൽ പിടിച്ചത്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ മോശയുടെ വടി എന്നൊക്കെ പറയുന്ന പോലെയുള്ള സംഗീത തരികടകളുണ്ട്. അപ്പോൾ ഈ ഇപ്പൊ ഉള്ള രാമക്ഷേത്രം പണിത സ്ഥലം അന്ന് പള്ളിയായിരുന്നു. ബാബർ പണിയിച്ച പള്ളി എന്നാണ്. ഏതാണ്ട് 500-600 കൊല്ലം പഴക്കമുള്ള പള്ളി. ആ പള്ളി തന്നെയാണ് രാമക്ഷേത്രം എന്ന വാദം മുമ്പുണ്ടായിരുന്നു. അത് നെഹ്റു അവിടെ ബിംബം കൊണ്ടുവച്ചിട്ട് സമ്മതിച്ചില്ല, രാമലല്ല എടുത്ത് മാറ്റാൻ പറഞ്ഞു, ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. അതൊരു കാലം. അത് കഴിഞ്ഞ് ഇവർ വന്നതോടുകൂടി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കുള്ള ഏറ്റവും വലിയ തുരുപ്പ് ചീട്ട് രാമനായിരുന്നില്ല. അതിനിടയിൽ രാമൻ്റെ രാമായണ സീരിയൽ വരുന്നു, മറ്റത് വരുന്നു, മറിച്ചത് വരുന്നു. എന്നിട്ടും ആദ്യമൊന്നും ക്ലച്ച് പിടിച്ചില്ല. എന്നിട്ടാണ് 92-ൽ രഥയാത്ര വലിയ തോതിൽ രാജ്യത്തുടനീളം അദ്വാനിയുടെ നേതൃത്വത്തിൽ രഥയാത്ര വരുന്നു. വലിയ തോതിൽ വർഗീയ വിഭജനം. ലക്ഷ്യം വളരെ ക്ലിയറാണ്. ഹിന്ദു ക്ഷേത്രം മുസ്ലിങ്ങൾ ആക്രമിച്ച് കീഴടക്കിയിരിക്കുന്നു. അത് തിരിച്ചു പിടിക്കുക. അത് രാജ്യത്തിൻ്റെ അഭിമാനം, ഗൗരവം. രാജ്യത്തിൻ്റെ അഭിമാനമാണ് എന്ന രൂപത്തിലുള്ള ആ പ്രചരണം കുറേ ആളുകളെങ്കിലും അതിൽ വീഴ്ത്തി. അതുകൊണ്ടാണ് BJPക്ക് വളരാൻ കഴിഞ്ഞത്. അപ്പോൾ അവരുടെ ഏറ്റവും ക്യാച്ച് പോയിന്റ് ആയിരുന്നു രാമജന്മഭൂമി. അതിലവർ വലിയ തോതിൽ വിജയിച്ചു. രാജ്യത്ത് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടായി. സാധാരണ ഹിന്ദു മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂഷൻ ഉണ്ടായി. ഇത് ശരിയാണോ ഇവർ പറയുന്നത്, അങ്ങനെയല്ലേ എന്ന രൂപത്തിലുണ്ടാവുകയും ചരിത്രത്തെ വളച്ചൊടിക്കുകയും അതിൽ കോടതി വിധിയൊക്കെ തന്നെ വളരെ വിവാദമായ കോടതി വിധികളാണ്. കാരണം ഒരു സിവിൽ കേസിന് കോടതി, ആ സിവിൽ കേസാണ്. ഒരു സ്ഥലം, നിങ്ങളുടെ സ്ഥലത്തിന് എനിക്ക് അവകാശം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു സിവിൽ കേസാണ്. അതിനെ വല്ലാത്ത കുഴപ്പത്തിലാക്കി ഭരണഘടനാ ബെഞ്ച്, മറ്റേ ബെഞ്ച്, ഈ ബെഞ്ച് എന്നൊക്കെ പറഞ്ഞ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ അവരുടെ ചില ഇടപെടലുകൾ എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ആ സാധനം, അതിൻ്റെ പുറത്താണ് BJP അധികാരത്തിൽ വരുന്നത്. ആദ്യമായിട്ട് വലിയ തോതിൽ ഗുജറാത്തിൽ വരുന്നു, പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്നു. UPയിൽ വലിയ തോതിൽ BJP വളർന്നു വരുന്നു. 2 സീറ്റ് ഉണ്ടായിരുന്ന BJP 96 സീറ്റിലേക്ക് വരുന്നു. അതിനുശേഷം പിന്നെ അപ്പോൾ BJP സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ്. ഞാൻ എപ്പോഴും ഓർക്കാറുള്ളത് മധുസൂദനൻ നായരുടെ കവിതയാണ്. 90കളിൽ മധുസൂദനൻ നായർ എൻ്റെ നാരായണത്ത് പ്രാന്തനൊക്കെ എഴുതിയ അദ്ദേഹത്തിൻ്റെ അഗസ്ത്യ ഹൃദയം എന്ന് പറയുന്ന വലിയൊരു കവിതയുണ്ട്. ആ കവിതയിൽ കുറേ വരികൾ ഭയങ്കരമായി ഇതിനെതിരായിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത്
കുട്ടികളെ രാമന് ജയമെന്ന് പാട്ടുപാടിച്ചു, ഉന്മാദ വിദ്യയിൽ ബിരുദം കൊടുത്തു, ഭ്രാന്തന്മാരാക്കി, നായ്ക്കുരണ നാവിൽ പുരട്ടിക്കൊടുത്തു, നാൽക്കവല വാഴാൻ ഒരുക്കി കൊടുത്തു എന്ന് പറഞ്ഞ രാജ്യത്ത് മുഴുവൻ പോയിട്ട് നായ്ക്കുരണ നാവിൽ പുരട്ടിക്കൊടുത്ത് രാജ്യത്ത് മുഴുവൻ വിഷച്ചൂര് തേച്ച് അവരുടെ ജീവിതം കരള് കവർന്നെടുത്തല്ലേ നീ പുതിയ ജീവിത രസായനം തീർത്തു എന്ന് കൃത്യമായി പറയുന്ന ഒരു സാധനമാണ്. അതാണ് അവർ ചെയ്തത്. ആ രസായനമാണ് പിന്നെ വലുതായി വളർന്നത്. പിന്നെ മോഡി വരുന്നു. പക്ഷേ മോഡി വരുന്നതോടുകൂടി ഈ പണി മുഴുവൻ ചെയ്തത് സംഘപരിവാറുകാർ, RSS എല്ലാ പണിയും ചെയ്തു ക്ലിയർ ആയിട്ട്. മോഡി അധികാരത്തിൽ വന്നതോടുകൂടി മോഡി അതിന്റെ ട്യൂൺ മാറ്റി. രാമജന്മഭൂമി മോഡിയായി എൻ്റെ ആൾ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ 2020 ശിലാസ്ഥാപനം നടത്തി. ശിലാസ്ഥാപനം നടത്തിയത് മോഡിയാണ്. മോഡിയാണ് അന്നത്തെ മുഖ്യാതിഥി. പൂജ നടത്തിയത്. അത് കഴിഞ്ഞ് 2024 വന്നപ്പോൾ പ്രാണപ്രതിഷ്ഠ നടത്തി. അപ്പൊ സന്യാസിമാർ വിചാരിച്ചു പ്രാണപ്രതിഷ്ഠെങ്കിലും ഒരു യാഗം പോലെയാണ്, ഒരു യജമാന സ്ഥാനം സന്യാസിമാർക്ക് കിട്ടുമെന്ന്. അതും സന്യാസിമാർക്ക് കൊടുത്തില്ല. മോദി തന്നെ യജമാനനായി. അത് തന്നെ തെറ്റാണ് ശരിക്കും, അത് ചെയ്യാൻ പാടില്ല. കാരണം പണ്ട് വളരെ പ്രസിദ്ധമായ ഒരു തർക്കമുണ്ട്. നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അന്നത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് ഗുജറാത്തിലെ ദ്വാരകയോ അവിടെയുള്ള ഒരു ക്ഷേത്രത്തിൽ ഉദ്ഘാടനത്തിന് അദ്ദേഹത്തിനെ ക്ഷണിച്ചു. നെഹ്റു പറഞ്ഞു, അങ്ങ് രാഷ്ട്രപതി എന്ന നിലയ്ക്ക് പോകാൻ പാടില്ല. കാരണം വിവിധ തരം ദേവാലയങ്ങൾ ഇവിടെയുണ്ട്, എല്ലാ മതക്കാരുടെയും ദേവാലയങ്ങളുണ്ട്. ഇത് ഓരോന്നിനും ഓരോരുത്തർ പോകാൻ തുടങ്ങിയാൽ അത് സ്ഥാനത്തിരുന്ന് പോകാൻ പാടില്ല. വലിയ തർക്കമായി. അവസാനം രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന പേരിൽ അദ്ദേഹം അവിടെ പോയി. രാഷ്ട്രപതിയുടെ ഒരു പാരഫെർണേലിയ അലങ്കാരങ്ങളൊന്നും എടുക്കാതെ അങ്ങനെയാണ് അദ്ദേഹം അറ്റൻഡ് ചെയ്തത്. അന്നൊരു കോംപ്രമൈസായി. ഇവിടെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് കല്ലിടുക, പൂജ നടത്തുക, യജമാനനാവുക. യാഗയജമാനൻ എന്ന് പറഞ്ഞാൽ രാജാവാണ് പണ്ട് യജമാനാവുക. അല്ലെങ്കിൽ ഇവിടെ ഈ RSSകാരെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള റെസിസ്റ്റൻസ്, ഇതിനു വേണ്ടി ജീവൻ കളഞ്ഞവരും ആളുകളെ കൊന്നവരും കൊല്ലിച്ചവരും ഒക്കെ ഉണ്ട്. അവർക്കൊന്നും ഒരു റോളില്ലേണ്ടായി. അങ്ങനെ വന്നപ്പോൾ അവിടെ വലിയ സംഘർഷം ഉണ്ടായി. ആ സംഘർഷത്തിന്റെ ഫലം കഴിഞ്ഞാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു. അതിനു മുമ്പ് കുറേ തവണയായി ഫൈസാബാദിൽ ജയിച്ചിരുന്നത് BJP. ഈ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് ഇത്തവണ അവിടെ തോറ്റുപോയി. BJP തോറ്റുപോയി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇതിന്റെ കള്ളത്തരം മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞു 36 ക്ഷേത്രമൊപ്പില്ല. ഇത് മാത്രമായി രാമൻ ജനിച്ച സ്ഥലം. രാമജന്മഭൂമി ഇത് മാത്രമായി. മറ്റമ്പലങ്ങളൊക്കെ ഇല്ലാണ്ടായി. അവിടുത്തെ പൂജാരിമാർ നമ്മളോട് ഇത് പറഞ്ഞിട്ടുണ്ട്. ചില മഹന്തുമാർ, സ്വാമിമാർ നമ്മളോട് പരാതി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ അമ്പലമൊക്കെ പോയി, ഇതൊരു അമ്പലം മാത്രമേ. അപ്പോൾ അവരുടെ പണി പോയി. അവരതുകൊണ്ട് ഇത്തിരി അത്യാവശ്യം ജീവിച്ചിരുന്ന പൂജാരിമാരാണ്. അവരുടെ പണി പോയി. ആ അർത്ഥത്തിൽ വലിയ തോതിൽ ഒരു കൊണ്ടുവരികയും അത് ജനങ്ങളിൽ അതൃപ്തി ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ ഉറപ്പാണ് ഇത് അവിടെ സംഘപരിവാറിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ, BJPയുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ളത് ഭരണപരമായി. യോഗി ആദിത്യനാഥാണല്ലോ മുഖ്യമന്ത്രി അവിടെ. അപ്പോൾ പിന്നെ വേറെ ആർക്കും അവിടെ കടന്നു ചെല്ലാൻ പോലും പറ്റില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് കൊള്ളാന്നൊക്കെ പറഞ്ഞാൽ കോടാനുകോടിയുടെ കൊള്ളയാണ്. ശബരിമലയൊക്കെ പിന്നിൽ കൂടുതലല്ല. ശബരിമല ഒന്നുമല്ലാത്ത രൂപത്തിൽ വളരെ വില കൂടിയ സാധനങ്ങൾ, പലരും ഇവിടുത്തെ ഗിഫ്റ്റുകൾ, ഭണ്ണാരം, ഇതിന് വല്ല കണക്കൊന്നും ഒരു കണക്കുമില്ല, ഉണ്ടാവൂല. ശബരിമലയിൽ എന്തെങ്കിലും കണക്കുണ്ട്, ഇവിടെ ഒരു കണക്കുമില്ല. എത്ര പോയി ഒന്നും അറിയില്ല. ഇവിടെ ഞാനത് അത്ഭുതപ്പെട്ടു പോയി. ശബരിമലയിൽ ഇത്രയും പറഞ്ഞ നമ്മുടെ BJP നേതാക്കന്മാർ ഇതിനെ പറ്റി മിണ്ടണില്ല. മാധ്യമങ്ങളും വേണ്ടത്ര ശ്രദ്ധ അതിന് കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതിന് അവരുടെ അജണ്ടയുണ്ടാവും. യഥാർത്ഥത്തിൽ ആ കൊള്ള നടന്നതിനെ പറ്റി അത് അന്വേഷിക്കേണ്ട എന്നാണ് ആദ്യത്തെ ഒരു ചർച്ച വന്നത്. അപ്പോൾ അത് അവരുടെ ക്ഷേത്രം സന്യാസിമാരെ അവർ അടിച്ചു മാറ്റിയാലും എന്ത് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞു. പക്ഷേ യോഗി ആദിത്യനാഥിനെ കുഴപ്പം മനസ്സിലായി. കുഴപ്പം എന്താ? തെരഞ്ഞെടുപ്പ് വരികയാണ് അടുത്ത വർഷം. തെരഞ്ഞെടുപ്പിൽ ഇത് വിഷയമാക്കിയാൽ കോൺഗ്രസും മറ്റേ സമാജ്വാദി പാർട്ടിയും അത് വിഷയമാക്കി അവർ പാർലമെന്റിൽ ഉന്നയിച്ചു, അവിടെ ഉന്നയിച്ചു, ഇവിടെ ഉന്നയിച്ചു. അപ്പോൾ അയോധ്യ നിങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയും പിന്നെ അത് സാമ്പത്തിക തട്ടിപ്പിന് വേണ്ടിയുമാണ് എന്ന രൂപത്തിൽ രാമനെ ഉപയോഗിച്ചു. അത് വലിയൊരു വിവാദമാവും അവർ തട്ടിപ്പ്. അതിന് യോഗി ആദിത്യനാഥ് ഇത് അവഗണിക്കുകയല്ല ചെയ്തത്, അത് SIT രൂപീകരിക്കുകയായിരുന്നു. SIT രൂപീകരിച്ച് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇതെവിടെ അന്വേഷിച്ചാലും ഒരു സ്ഥലത്ത് എത്തുള്ളൂ, അത് ഉറപ്പാണ്. അപ്പോൾ ആരൊക്കെയുണ്ട്? ഒരു അനുകൂൽ മിശ്ര എന്ന് പറഞ്ഞ് ഇതിൻ്റെ സംഘപരിവാറിൻ്റെ വളരെ BJPയുടെ വളരെ അയാളുടെ അളിയൻ
ലവകുശ മിശ്ര ഈ വക അരികളാണ് ഇപ്പൊ ഇതിൽ പെട്ടിടുന്നത്. അപ്പോൾ അത് പിന്നെ അന്വേഷിച്ച് വന്നപ്പോൾ കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ ക്യാമറയൊക്കെ കുറെ കാലമായിട്ട് ഓഫാ. പിന്നെ ഇതിനാളെ നിയമിച്ചത് ഒരു സ്വകാര്യ ഏജൻസി വഴി SBI ഉദ്യോഗസ്ഥരെ വാടകയ്ക്ക് എടുത്ത് ആണ് എണ്ണാൻ ഏർപ്പാടാക്കിയത്. അവർ വന്ന വഴി തന്നെ ആളുകൾക്ക് സംശയമുണ്ട്. മൂന്നാമത് ഇങ്ങനൊരു ഇപ്പോൾ ശബരിമലയിലും ഗുരുവായൂരും ഒക്കെ ഇങ്ങനെ പൈസ എണ്ണാൻ ആളുണ്ട്. എനിക്ക് തോന്നുന്നു ധനലക്ഷ്മി ബാങ്കോ അങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നത്, ഗുരുവായൂർ ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് അത്. അപ്പം അവിടെ നമ്മൾ കയറിയാൽ ഇറങ്ങുമ്പോൾ തുണി അടക്കം പരിശോധിക്കും. കാരണം പരിശോധിക്കണം, ഇത് തിരികെ വെച്ചാൽ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു സ്വർണ്ണത്തിൻ്റെ 2 സ്വർണ്ണം എടുത്തിട്ട് ഇവിടെ തിരികെ വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബോഡി ടെസ്റ്റ് നടത്തും. അയോധ്യയിൽ അങ്ങനെ ഒരു ഇടപാടില്ല. എണ്ണുന്നവൻ ഇറങ്ങിപ്പോകും കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നല്ല ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വലിയ വലിയ രത്നങ്ങളോ അല്ലെങ്കിൽ വലിയ സ്വർണ്ണ വിഗ്രഹങ്ങളോ ഒക്കെ ഉണ്ടാവും. ഇതൊരു തലയിൽ തിരിക്കുമ്പം പോരും. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇപ്പം അതൊന്നും കാണാനില്ല. BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി 100 ആളോട് മറുപടി പറയേണ്ടി വരും. എന്തായാലും ഇത് തെരഞ്ഞെടുപ്പിൽ വലിയ വിഷയമാവും, തെരഞ്ഞെടുപ്പിൽ വിഷയമാവും. ഇന്ത്യ മുഴുവൻ ഇത് വിഷയമാവാൻ വഴിയുണ്ട്. നീറ്റ് പോലെ ഇത് വിഷയമാവാൻ വഴിയുണ്ട്. ഒന്നുകിൽ സംഘപരിവാർ മോഡിയെ മാറ്റും, അയാൾ പണി കൊടുത്തു എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ട് മോഡിയെ മാറ്റും. അല്ലെങ്കിൽ സംഘപരിവാറിനെ മോഡി അടിച്ചമർത്തും, കാരണം അധികാരം ഉപയോഗിച്ച്. അപ്പോൾ അതിന് സാധ്യത ഉണ്ടാവുമല്ലോ, പറയാൻ പറ്റില്ല ഇത്, കാരണം അധികാരം വേറൊരു സാധനമാണ്. അപ്പോൾ അത് ചെയ്യുമോ? അതുകൊണ്ടാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥിന് SIT വെച്ച് സംഘപരിവാറുകാരെ പിടിക്കേണ്ടി വന്നു. വേറെ ആരെ ഇവിടെ പിടിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞ അവിടെ ആരെ പിടിക്കാൻ? അപ്പോൾ ചുരുക്കത്തിൽ വലിയൊരു തിരിച്ചടി UPയിലും ഒരുപക്ഷെ ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും BJPക്ക് ഉണ്ടാകാനുള്ള സാധ്യതയാണ് രാമജന്മഭൂമിയിലെ കൊള്ള അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ കൊള്ള എന്ന് നമുക്ക് പറയേണ്ടത്.